സുൽത്താൻ ബത്തേരി മത്തായിസ് ബേക്കറി MD മാത്യു സെബാസ്റ്റ്യനാണ് ഇപ്പോൾ എൻ്റെ കൂടെയുള്ളത്. മത്തായിസിൽ ഇത്തവണ ഒരുപാട് വ്യത്യസ്തമായ കേക്കുകൾ ഈ ക്രിസ്മസിനോടനുബന്ധിച്ച് ഉണ്ട് എന്ന് കേട്ടു. എന്തൊക്കെ കേക്കുകളാണ് ഇത്തവണ ഉള്ളത്? നമുക്ക് പ്ലം കേക്ക് ഉണ്ട്, ബട്ടർ കേക്ക്, ഫ്രൂട്ട് കേക്ക്, റിച്ച് പ്ലം. പിന്നെ നമ്മൾ ഈ പ്രാവശ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു കേക്കാണ് റോയൽ ഐസിങ്. പ്ലം കേക്കിലാണ് ചെയ്യുന്നത്. നമ്മൾ ഒരുപാട് കാലം പഴക്കത്തിന് ഒരുപാട് കാലം മുമ്പുള്ളൊരു ഐറ്റമാണ്. അതിപ്പോൾ ഇതുവരെ ഇപ്പോൾ എല്ലായിടത്തും കാണാനില്ല. അങ്ങനത്തെ ഒരു കേക്കാണ് പ്ലം കേക്ക്. പ്ലം കേക്കിൻ്റെ മുകളിൽ റോയൽ ഐസിങ് പ്ലേസ് ചെയ്തിട്ടുള്ളൊരു പുതിയ ഐറ്റമാണ് ഈ കൊല്ലം ഇൻട്രൊഡ്യൂസ് ചെയ്ത്. അതിന് പുറമെ നമുക്കൊരു 30 വെറൈറ്റിയോളം ഫ്രഷ് ക്രീം കേക്ക്സ് അവൈലബിൾ ആണ്. നമ്മുടെ ഈ പറഞ്ഞ കേക്കുകളെല്ലാം നമ്മുടെ എല്ലാ ഔട്ട്ലെറ്റുകളും ലഭ്യമാണ്. ചുങ്കം മത്തായിസ് ബേക്കറിയിലും, തൊട്ടപ്പംകുളത്തെ മത്തായിസ് ബേക്കറിയിലും, മിൻറ്റുമാളിലും, MCCയിലും ഇതെല്ലാം ലഭ്യമാണ്. അതുപോലെ തന്നെ മലനാട് ചാനലിലെ എല്ലാ പ്രേക്ഷകർക്കും മത്തായിസ് ബേക്കറിയുടെ പേരിൽ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ. നമസ്കാരം. മലനാട് ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്മസ് ആശംസകൾ. പ്രേക്ഷകരിപ്പോൾ ക്രിസ്മസ് ആഘോഷിക്കുന്ന തിരക്കിലാണ്. ഞാനിപ്പോൾ ഉള്ളത് സുൽത്താൻ ബത്തേരിയിലാണ്. സുൽത്താൻ ബത്തേരിയിൽ നല്ല അടിപൊളി കേക്ക് കിട്ടുന്ന ഒരു ബേക്കറി ഉണ്ട്. പ്രേക്ഷകർക്കറിയാം, മറ്റൊന്നുമല്ല, മത്തായിസ് ബേക്കറിയാണത്. അവിടുത്തെ ഷെഫ് നമുക്കിന്ന് അടിപൊളി ഒരു കേക്ക് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കേക്ക് പ്രേക്ഷകർക്കും പരിചയപ്പെടാം. നമുക്ക് അങ്ങോട്ട് പോയാലോ? അങ്ങനെ നമ്മൾ ഷെഫിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഷെഫ് ഷിജു ഇവിടെ നമുക്ക് കേക്ക് ഉണ്ടാക്കി തരാൻ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. മത്തായിസ് ബേക്കറിയുടെ ഐസിങ് റൂമിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഹാപ്പി ക്രിസ്മസ്. ആദ്യം തന്നെ മലനാട് ചാനലിൻ്റെ പ്രത്യേക ഹാപ്പി ക്രിസ്മസ് ഷിജുവിനും കുടുംബത്തിനും നേരുകയാണ്. നേരത്തെ ഏത് കേക്കാണ് ഉണ്ടാക്കുന്നതെന്ന് ഇതുവരെ പ്രേക്ഷകരോട് പറഞ്ഞിട്ടില്ല. അത് സസ്പെൻസ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. ഏത് കേക്കാണ് ഷെഫ് ഉണ്ടാക്കുന്നത്? നട്ടി ഫാൻറ്റസി കേക്കാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് അതിന് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത്? നട്ട്സ് വേണം, പിന്നെ സ്പോഞ്ച്, വൈറ്റ് സ്പോഞ്ച്, പിന്നെ കുറച്ച് ട്രഫിൾ വേണം. എത്ര കിലോയുടെ കേക്കാണ് നമ്മൾ? 1 കിലോയുടെ. 1 കിലോയുടെ. ഏതാണ്ട് എത്ര സമയം വേണം ഈ കേക്ക് ഉണ്ടാക്കാൻ? ഒരു 1/4 മണിക്കൂർ മതി. ഓക്കെ, നമുക്ക് തുടങ്ങിയാലോ? അപ്പൊ നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. നട്ടി ഫാൻറ്റസി കേക്ക് ഉണ്ടാക്കാനുള്ള എല്ലാ വിഭവങ്ങളും ഇവിടെ റെഡിയാണ്. ഷെഫ്, നമുക്കിപ്പോൾ 1 കിലോ നട്ടി ഫാൻറ്റസി കേക്ക് ഉണ്ടാക്കാൻ ഈ വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഇത് എത്ര അളവിലാണ് ചേർക്കേണ്ടത്? ഓരോന്നൊന്ന് പറയുമോ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്? 5 മുട്ട, 250 വാനിലാൻ്റെ റെഡി മിക്സ് സ്പോഞ്ചിൻ്റെ, പിന്നെ 15 ഗ്രാം ഓയില്, 10 ഗ്രാം വെള്ളം, പിന്നെ മിൽക്ക് ചോക്ലേറ്റ്, നട്ട്സ്, ബദാം, പിസ്ത. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഇതിന്റെ എന്ത് പ്രോസസ്സാണ് ചെയ്യുന്നത്? സ്പോഞ്ച് മിക്സ് ചെയ്യണം. എന്നാൽ അത് നമുക്ക് മിക്സ് ചെയ്താലോ? ഓക്കെ, പ്രേക്ഷകർ പോവരുത്, എല്ലാവരും അവിടെ തന്നെ ഇരിക്കണം. കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്, ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ, അപ്പം കേക്കിന്റെ പ്രധാനപ്പെട്ട ഭാഗമായ കേക്ക് മിക്സിങ് തുടങ്ങിയാലോ? ഓക്കെ, ആദ്യം മുട്ട, 5 മുട്ട. ശരിക്കും ഈ മുട്ടയുടെ അളവ് കൂടി പോയിട്ടുണ്ടെങ്കിൽ കേക്കിന് ആ ടേസ്റ്റ്, വേറെ ടേസ്റ്റ് ഒക്കെ വരാറുണ്ട് സാധാരണ. പ്രശ്നം വരും അല്ലേ? സാധാരണ നമ്മൾ ഈ വീടുകളിൽ കേക്ക് ഉണ്ടാക്കുമ്പോൾ മുട്ടയുടെ അളവൊക്കെ കൂടുമ്പോൾ അതിനൊരു ടേസ്റ്റ് സാധാരണ വരാറില്ല അല്ലേ? ചിലർ കുറച്ച് ടേസ്റ്റ് കൂടിക്കോട്ടെ എന്ന് വിചാരിച്ച് മുട്ട 2 അധികം ചേർക്കും, പ്രശ്നം വരും. അപ്പൊ കൃത്യമായ അളവിൽ തന്നെ ഇതൊക്കെ ചേർക്കണം അല്ലേ? ഓക്കെ, ഇനി എന്താ അടുത്തത് എന്താ ചേർക്കാനുള്ള? വാട്ടർ. ഓക്കെ, നമ്മൾ ശരിക്കും വീടുകളിൽ കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ ബേക്കറികളിൽ നിന്ന് വാങ്ങിക്കുന്ന ആ കേക്കിന്റെ ടേസ്റ്റ് അത് നമുക്ക് കിട്ടാറില്ല. അതെന്തുകൊണ്ടാണ്? അനുഭവ സമ്പത്ത് എല്ലാത്തിനും ഭയങ്കര പ്രധാനപ്പെട്ടതാണല്ലോ അല്ലേ? ഓക്കെ, ഇനി എന്താ ചേർക്കുന്നത്? മിക്സ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ കേക്കിന്റെ മിക്സിങ് തുടങ്ങാണ്. സാധാരണ നമ്മളപ്പോൾ വീട്ടിൽ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇതെങ്ങനെയാണ് മിക്സ് ചെയ്യുക? ഇത് ബീറ്റർ വെച്ചിട്ട്. അപ്പം ഇങ്ങനെ ബീറ്റ് ചെയ്യുന്നതും അല്ലാതെ നമ്മൾ വീട്ടിൽ ബീറ്റ് ചെയ്യുമ്പോഴും അതിനുമൊക്കെ ശരിക്കും വ്യത്യാസം വരുമല്ലോ അല്ലേ? ഓക്കെ, ഇത് നമുക്ക് എത്ര സമയം ബീറ്റ് ചെയ്യണം? 3 മിനിറ്റ് അല്ലേ? ഓക്കെ, അത് 3 മിനിറ്റ് ആകുമ്പോൾ അത് എങ്ങനെയാണ്? കളർ ചേഞ്ച് ആവും. ഓക്കെ,
കേക്ക് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത് അല്ലേ? അപ്പോൾ ഏത് കേക്ക് ഉണ്ടാക്കണമെങ്കിലും നമുക്ക് മുട്ട അതിലൊരു പ്രധാനപ്പെട്ട ഘടകമാണല്ലേ? മുട്ട ഇല്ലാതെ കേക്ക് ഉണ്ടാക്കാൻ പറ്റും? ഇല്ലാത്ത കേക്കും ഉണ്ട്. ഓക്കെ. നമ്മൾ ശരിക്കും ഈ കേക്കൊക്കെ ഉണ്ടാക്കുമ്പം പ്രത്യേകിച്ച് പ്ലം കേക്ക് ഉണ്ടാക്കാൻ അത് കുറേ നാൾ മുൻപ് അതിൻ്റെ പ്രോസസ്സ് തുടങ്ങുമെന്ന് കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഒന്ന് പറയുമോ? എത്ര നാൾ മുമ്പ്? ഫ്രൂട്ട്സ് ഒക്കെ മിക്സ് ചെയ്ത് നമ്മൾ ഒരു മാസം സ്റ്റോക്ക് ചെയ്ത് വെക്കും. ഒരു മാസം വെച്ചാൽ മതി. അതിൻ്റെ ടേസ്റ്റ് അങ്ങനെ വ്യത്യാസം. എത്ര കൂടുതൽ വെക്കുന്നോ അത്രയും ടേസ്റ്റ്. അതിൽ നമ്മൾ എന്താ ചേർക്കുന്നത്? സോക്ക് ചെയ്യാൻ എന്താ ചേർക്കുന്നത്? ഇതിൽ ചെറുനാര, ഇതിന് നീര്, ഓറഞ്ചിൻ്റെ നീര്, പിന്നെ പഞ്ചസാര, പൈനാപ്പിൾ, ഓറഞ്ച്, പിന്നെ ഇതിൻ്റെ പൾപ്പ്, പൾപ്പ്. അത് ഈ ചിലർക്ക് ഈ റമ്മ് ചേർക്കാൻ ഇഷ്ടമില്ലാത്ത ആളുകളുണ്ട്, റമ്മിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക്. അപ്പോൾ അതിനുള്ള വേറെ എന്തെങ്കിലും എസൻസോ അങ്ങനെയൊക്കെ കിട്ടുമോ? റമ്മിൻ്റെ എസൻസ് കിട്ടും. ഓക്കെ. ഇത് അതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഏകദേശം റെഡി ആയിട്ടുണ്ടോ? റെഡി ആയിട്ടുണ്ട്. ഓക്കെ. ഇനി അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുകയാണ്. എന്താ ചേർക്കുന്നത്? വാനില സ്പോഞ്ചിൻ്റെ മിക്സ്. ഓക്കെ, ചേർത്താലോ? വാനില സ്പോഞ്ചിൻ്റെ മിക്സ് മുഴുവൻ അതിൽ ചേർത്തു. ഇപ്പം അതിൻ്റെ കളറൊക്കെ മാറി നല്ല സ്പോഞ്ച് പോലെ ആയിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലും ഉണ്ട് അല്ലേ? വാനിലയുടെ സ്മെല്ലാണ് വരുന്നത്. വാനിലയുടെ സ്മെല്ല്, മുട്ടയും വാനിലയും എല്ലാം കൂടി ആയപ്പോൾ നല്ലൊരു കേക്കിൻ്റെ ഒരു സ്മെല്ല് ചെറുതായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ മത്തായിസിൽ ഇത്തവണ ക്രിസ്മസിന് എന്തൊക്കെയാണ് സ്പെഷ്യൽ കേക്കുകൾ? എന്തൊക്കെയായിരുന്നു? ഇത് സ്പെഷ്യലാണ്. ആണ്. ഓക്കെ. പിന്നെ ഇത് കൂടാതെ പിന്നെ പ്ലം കേക്ക്, ഫ്രൂട്ട് കേക്ക് ഉണ്ട്, ബട്ടർ കേക്ക് ഉണ്ട്. ആണല്ലേ? ഇപ്പോൾ വളരെ ട്രെൻഡി ആയിട്ടുള്ള ഒരു കേക്കായിരുന്നു നമ്മുടെ ഡ്രീം കേക്ക്. ഇപ്പോൾ അത് പുറത്തു പോകും, കുറച്ച് അതൊരു പുറകോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഈ ആലിയ ഭട്ട് കേക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു കേക്ക് എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട്. അത് എങ്ങനെയാണ്? അതിൻ്റെ കാര്യം ഒന്ന് പറയാമോ? അത് മിൽക്ക് കേക്ക്. മിൽക്ക് കേക്ക്. അതെ. അതെന്താ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എങ്ങനെയാ? അത് പാല്, ഫ്രഷ് ക്രീം, മിൽക്ക് മെയ്ഡ്, ഇത് മൂന്ന് മിക്സ് ചെയ്ത് കുറച്ച് ജ്യൂസി ആയിട്ടുള്ള ഒരു കേക്കാണ് അല്ലേ? ഓക്കെ. ഇവിടെ മത്തായിസിൽ അത് ഉണ്ട്. ഓക്കെ. അതിൻ്റെ പേര് ചെറിയൊരു വ്യത്യാസമുണ്ട്. എങ്ങനെയാ അതിനെങ്ങനെ ഇവിടെ സാധാരണ അറിയുന്നത്? ട്രസ്ലാച്ചസ്. ഓക്കെ. ആലിയ ഭട്ട് കേക്ക് എന്ന് പറഞ്ഞാൽ ആലിയ ഭട്ടിന് ഏറ്റവും പ്രിയപ്പെട്ട കേക്ക് ആയതുകൊണ്ട് പ്രേക്ഷകർ പറയുന്നത് ആലിയ ഭട്ട് കേക്കാണ് എന്നാണ്. എങ്ങനെയാ ഷെഫിൻ്റെ ഇത്തവണത്തെ ക്രിസ്മസ് ആഘോഷമൊക്കെ എങ്ങനെയാ? ഇവിടെ കേക്കൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ക്രിസ്മസ് തന്നെയാണ്. ഓക്കെ. എത്ര വർഷമായി ഈ ബേക്കിംഗ് മേഖലയിലേക്ക് വന്നിട്ട്? 23 വർഷം. അപ്പോൾ എത്ര ലക്ഷക്കണക്കിന് കേക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. കേക്ക് കഴിക്കാനും ഇഷ്ടമാണോ? മടുത്തു കേക്ക് ഉണ്ടാക്കി. അതല്ലെങ്കിലും അതെ, നമ്മൾ കേക്കുകൾ ഇങ്ങനെ വീട്ടിൽ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി കുറേ നാൾ ഉണ്ടാക്കി കഴിയുമ്പോൾ പിന്നെ നമുക്ക് സ്വാഭാവികമായിട്ട് അതിനൊരു മടുപ്പ് വരും. പക്ഷെ പുതിയ ട്രെൻഡി കേക്കുകൾ വരുമ്പോൾ അത് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ സ്വാദ് അറിയാനുള്ളൊരു മധുരം ഇപ്പം ആലിയ ഭട്ട് കേക്കിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അതിൽ ശരിക്കും ഈ മിൽക്ക് കണ്ടൻറ്റുകൾ ആണ് കൂടുതലുള്ളത്. അപ്പോൾ അതിലൊരു പഞ്ചസാരയുടെ അളവൊക്കെ സാധാരണ കേക്കിന് നല്ല മധുരം വേണം, ചേർക്കുന്നുണ്ട് മധുരം കുറച്ച് മതി. കേക്കിൻ്റെ കളറ് ഇപ്പം കളറിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് ഇല്ലേ? അതിനെക്കുറിച്ച് എന്താ ഷെഫിന് പറയാനുള്ളത്? ചേർക്കാറില്ല. ശരിക്കും ഈ റെഡ് വെൽവെറ്റ് കേക്കൊക്കെ കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒരു റെഡ് കളറൊക്കെ ഭയങ്കര രസമായിരുന്നു. അതുപോലെ നമ്മൾ ഈ ബിസ്ക്കറ്റുകളൊക്കെ ചേർത്ത് കേക്കുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഓറിയോ കേക്കൊക്കെ, ഓറിയോ ബിസ്ക്കറ്റൊക്കെ ഉപയോഗിച്ച് കേക്കുകൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ. കേക്ക് ഉണ്ടാക്കുന്നത്. ഓക്കെ. ഷെഫിന് പ്രിയപ്പെട്ട കേക്ക് ഏതാ? എല്ലാ കേക്കും ഇഷ്ടമാണ്. ഓക്കെ. എനിക്കിഷ്ടം വാനില കേട്ടോ. അതിൻ്റെ അളവ് ഇങ്ങനെ കുറഞ്ഞു വന്നുണ്ട്. ഇപ്പം മിക്സായി. ഇപ്പോൾ ക്രിസ്മസിൻ്റെ ഒരു തിരക്കൊക്കെ എങ്ങനെയാണ് ഇവിടെ? നൈറ്റിലും കേക്ക് എങ്ങനെയാണ് എപ്പോൾ തുടങ്ങും? ഇത് ഉണ്ടാക്കാൻ എപ്പോൾ തുടങ്ങും? ഇവിടെ ഈ ബേക്കറിയിൽ കേക്ക് ഉണ്ടാക്കാനുള്ള പ്രോസസ്സ് എപ്പോൾ തുടങ്ങും? രാവിലെ എത്ര മണിക്ക് തുടങ്ങും? 7 മണിക്ക് തുടങ്ങും. എന്നിട്ട് ഒരു ഷിഫ്റ്റ് കഴിഞ്ഞ് പിന്നെ ആണ് 7 മണി മുതൽ എത്ര മണി വരെയാ? 11 മണി വരെ ഒരു ഷിഫ്റ്റ്. അതിനുശേഷം 4 മണി വരെ. ഓക്കെ. 11 മണി. ഈ 2 സെക്ഷനായിട്ട് കേക്കുകൾ ഉണ്ടാക്കും. ഓക്കെ. നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ശരിക്കും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഇപ്പോൾ ഒരുപാട് പേര് കേക്ക് ഉണ്ടാക്കുന്നുണ്ട്. വീടുകളിൽ പലരും കേക്ക് ഉണ്ടാക്കിയിട്ട് പരാജയപ്പെടുന്നുണ്ട്, ചിലർ വിജയിക്കുന്നുണ്ട്. പക്ഷെ അവർ പരാജയപ്പെടുന്നതിന് ഒരു കാരണം ഉണ്ടാവും എന്തായാലും. അപ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം ഈ കേക്ക് ഉണ്ടാക്കുമ്പോൾ? മിക്സിങ്
ആ ശ്രദ്ധിക്കണം. അതുപോലെ ബേക്കിംഗ് പ്രധാനപ്പെട്ട കാര്യം. ബേക്ക് ചെയ്യുന്ന ടൈമൊക്കെ കറക്റ്റ് ആയിരിക്കണം. റെഡിയായി വരുന്നുണ്ട്, ഏകദേശം റെഡിയായി. കേക്കിൻ്റെ മിക്സ് ഏകദേശം റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാനുള്ള സമയമായില്ല. ഇനി എന്താ ചേർക്കേണ്ടത്? ഓയിൽ 20 ഗ്രാം ഓയിൽ. 20 ഗ്രാം ഓയിൽ. ഓക്കെ. അപ്പോൾ അതിലുള്ള മിക്സ് എല്ലാം ആയോ? ഏകദേശം എല്ലാം ആയി. ഓക്കെ. ഇതിനി എത്ര സമയം വേണം? ഇതായി ക്രീം. ഓയിലാണ് അതിൽ ലാസ്റ്റ് ചേർക്കുന്നത്. അത് വളരെ കുറച്ച് സമയം മിക്സ് ചെയ്താൽ മതി. ശരിക്കും കേക്കുകളിൽ ഏറ്റവും എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന കേക്കാണോ ഈ കേക്ക്? അങ്ങനെ എല്ലാ കേക്കുകളും ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇത്ര സമയമൊക്കെ മതി. കേക്കിൻ്റെ മിക്സിങ് പൂർത്തിയായിരിക്കുകയാണ്. ഇനി എന്താ ചെയ്യുന്നത്? മോൾഡിലേക്ക് മാറ്റണം. ഓക്കെ. അപ്പോൾ മിക്സ് ഒഴിക്കാനുള്ള മോൾഡ് ഇവിടെ റെഡിയാണ്. അതിനുള്ള പിന്നെ പേപ്പറും റെഡിയാണ്. കേക്ക് വാങ്ങിക്കുമ്പോൾ സാധാരണ ഈ പേപ്പർ കിട്ടുമ്പോൾ വിചാരിക്കും ഇത് എന്തിനാണ് ഇതിങ്ങനെ വെച്ചിരിക്കുന്നത്. ബട്ടർ പേപ്പറാണ് ഇത് അല്ലേ? ഓക്കെ, അത് റെഡിയാണ്. ഇനി മിക്സ് അതിലേക്ക് ഒഴിക്കാം. നമുക്ക് എത്ര സമയം ഇത് വെക്കണം? 150 ഡിഗ്രിയിൽ 25 മിനിറ്റ്. 25 മിനിറ്റ് അല്ലേ? ഓക്കെ. നല്ലൊരു സ്മെല്ലൊക്കെ ഇപ്പോഴേ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഇത് ഓവനിലേക്ക് വെച്ചാലോ? ഓക്കെ. നമ്മുടെ നട്ടി ഫാൻറ്റസി കേക്കിനുള്ള മിക്സ് ഓവനിൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഏകദേശം 25 മിനിറ്റ് വേണം അല്ലേ ഷെഫ്? ഓക്കെ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള ക്രീം തയ്യാറാക്കാം. ഇതിനെന്തൊക്കെയാണ് വേണ്ടത്? ഈ ക്രീം മാത്രം മതി. ഓക്കെ. അത് എത്ര ഗ്രാമായി ക്രീം എടുക്കുന്നത്? ഇത് 1 കിലോ. 1 കിലോ ക്രീം. 1 കിലോ കേക്കിന് 1 കിലോ കേക്കിന് വേണ്ട, ഒരു 200 ഗ്രാം. ഓക്കെ. നമ്മുടെ 1 കിലോ കേക്കിന് 200 ഗ്രാം മിക്സാണ് വേണ്ടത്. നമ്മൾ ഈ ക്രീമുകളൊക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ കമ്പനിയൊക്കെ നല്ല കമ്പനികൾ നോക്കി വാങ്ങിയില്ലെങ്കിൽ തന്നെ കേക്ക് ടേസ്റ്റ് വ്യത്യാസമുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്താൽ മതിയോ? ഇല്ല, അത് ക്രീമിൻ്റെ രൂപത്തിലാണ് ആകണം. ഓക്കെ ഓക്കെ. ഏതാണ്ട് ക്രീമിൻ്റെ രൂപത്തിൽ ആയി വരുന്നുണ്ട്. ബീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ അളവ് കൂടുമോ? കുറച്ച് കൂടും. കൂടുതലല്ല, അത് പൊങ്ങി വരും. ഷെഫ്, എന്താ ഈ പല മേഖലകളുണ്ടല്ലോ ഈ ഹോട്ടൽ മാനേജ്മെൻറ്റ് രംഗത്ത്, എന്തുകൊണ്ടാണ് ഈ ബേക്കിംഗ് മേഖലയിലേക്ക് വന്നത്? എത്തിപ്പെട്ടതല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഇങ്ങനെ ക്രീമിയായി വരുന്നുണ്ട്. നമുക്കിപ്പോൾ ഒരു കേക്കിൻ്റെ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ടെങ്കിൽ എത്ര സമയം കൊണ്ട് കേക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും? ഇപ്പോൾ ബേക്കറിയിൽ സാധാ കേക്കാണ് 15 മിനിറ്റ് കൊണ്ട്. പേരൊക്കെ എഴുതി അങ്ങനെയൊക്കെ ചെയ്യുന്ന ഷെഫ് തന്നെയാണോ ചെയ്യുന്നത്? ശരിക്കും നമ്മൾ വീട്ടിൽ ബീറ്റ് ചെയ്താൽ എന്തായാലും ഇതുപോലെ ബീറ്റ് ചെയ്ത് നമുക്ക് കിട്ടില്ല. നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി അത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം അല്ലേ? ഓക്കെ. ആ ക്രീം ആ ബൗളിലേക്ക് മാറ്റുകയാണ്. കണ്ടില്ല എന്തൊരു മാറ്റം വന്നേ. അതിനത് ബീറ്റ് ചെയ്തപ്പോഴത്തേക്കും അതിൻ്റെ രൂപമൊക്കെ മാറി നല്ല ക്രീമിയായി, നല്ല വൈറ്റ് കളറായിട്ടുണ്ട്. നമ്മുടെ മിക്സ് ബേക്കായിക്കൊണ്ടിരിക്കുകയാണ്. ക്രീം റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഇതെന്താ ഷെഫ് എടുത്തിരിക്കുന്നത്? ഇതെന്തിനുള്ളതാ? ഇത് അതിൻ്റെ ഫില്ലിങ്ങിനുള്ളത്. ഓക്കെ. ഇതിൽ എന്തൊക്കെയാണുള്ളത്? ഇതിൽ വൈറ്റ് ചോക്ലേറ്റും ഫ്രഷ് ക്രീമും ഫില്ലിങ്ങിന് വേണ്ടിയുള്ളതാണ് അല്ലേ? ഓക്കെ ഓക്കെ. ഇതിൻ്റെ ഒരു അളവ് എങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്? 1 കിലോ ചോക്ലേറ്റിന് 1 കിലോ ക്രീം. 1 കിലോ ക്രീം. ഇത് കണ്ടോ, നമ്മുടെ മിക്സ് റെഡിയായി. ഇതാ ഈ രൂപത്തിലായി. ചെറിയൊരു ചൂടൊക്കെ ഉണ്ട്. കുറച്ച് തണുത്തിട്ടാണ് ഞങ്ങൾ എടുത്തത്. എന്നാലും ചെറിയ ചൂടുണ്ട്. ഇനി എന്താ നമ്മൾ ചെയ്യുന്നത്? നമ്മൾ ഐസിങ് ചെയ്യണം. ഓക്കെ. ബട്ടർ പേപ്പർ മൊത്തമായിട്ട് പറിച്ച് കളയും അല്ലേ? നമ്മൾ ഏത് പാത്രമാണ് വെക്കുന്നത് അതിനനുസരിച്ച് ആ മോൾഡിൻ്റെ അതേ രൂപത്തിൽ നമുക്ക് കേക്ക് കിട്ടും. ഓക്കെ. അപ്പോൾ കേക്ക് നമ്മൾ ഐസിങ് സ്റ്റാൻഡിൽ വെച്ചിരിക്കുകയാണ്. ഇനി ഷെഫ് എന്തൊക്കെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. കട്ട് ചെയ്ത് അവനൊന്ന് ഷേപ്പാക്കി എടുക്കാനാണോ? ഓക്കെ.
നമ്മുടെ കേക്ക് ഇപ്പം 3 ലെയറാക്കി മുറിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ കറക്റ്റ് റൗണ്ടായിട്ട് വന്നിട്ടുണ്ട്, ആ മോൾഡിൻ്റെ അതേ ഷേപ്പിൽ. ഇനി എന്താ ഇതിൽ ആഡ് ചെയ്യുന്നത്? ഷുഗർ സിറപ്പ്. ഓക്കെ, ഫില്ലിംഗ് ആയിട്ട് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചത് കുതിരാൻ വേണ്ടി. ഓക്കെ, ഷുഗർ സിറപ്പ് ആഡ് ചെയ്തപ്പോൾ തന്നെ അതിന് ചെറിയൊരു മാറ്റമൊക്കെ വന്നു. ഇനി ക്രീമാണ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, ക്രീം അധികം ഇഷ്ടമല്ലാത്ത ആൾക്കാർക്ക് വേണമെങ്കിൽ ക്രീം കുറച്ച് ആഡ് ചെയ്യാം. ഓക്കെ, ഇനി വീണ്ടും ഷുഗർ സിറപ്പാണോ? അല്ല, കേക്കിൻ്റെ മെയിൻ ഒരു സംഭവം എന്ന് പറയുന്നത് മധുരം തന്നെയാണല്ലോ അല്ലേ? നട്ട്സ്. ആ, അതൊക്കെ നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം ഉപയോഗിക്കാം. എന്തൊക്കെ ഇപ്പോൾ ഷെഫ് എന്തൊക്കെയാ അതിലിട്ടെ? ഇതിൽ വൈറ്റ് ചിപ്പ്, പിസ്ത, നട്ട്സ്, ബദാം. അടുത്ത ലെയർ. ഓക്കെ, ഏറ്റവും മുകളിലത്തെ ലെയറാണോ നടുവിൽ വെക്കുക? അതിന് ചെറിയൊരു ഷേപ്പ് കുറവുള്ളതുണ്ട് അല്ലേ? ഓക്കെ, രണ്ട് ലെയർ കഴിഞ്ഞു. മൂന്നാമത്തെ ലെയർ ഇപ്പം ലെയർ റെഡിയാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഷെഫ് ഇപ്പോൾ. അതും അതുപോലെ തന്നെയല്ലേ? ഫസ്റ്റ് ഷുഗർ സിറപ്പ്, മുകളിൽ കുറച്ച് ക്രീം മതിയോ? ലാസ്റ്റ് ലെയറിൽ കുറച്ച്. ഞാനൊന്ന് ചെയ്ത് നോക്കട്ടെ. എനിക്ക് ഷെഫിൻ്റെ അത്ര എക്സ്പീരിയൻസ് ഒന്നുമില്ല, പിന്നെ ഒരു താല്പര്യം ഉള്ളതുകൊണ്ട് അത്ര ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഷെഫ് ചെയ്യുന്നതാണ് വിചാരിച്ച് നല്ല എളുപ്പമാണ്, അത്ര എളുപ്പമൊന്നുമല്ല. ഞാൻ ചെയ്യുന്ന കാണുമ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് എത്രമാത്രം എക്സ്പീരിയൻസ് ഉണ്ട് ഇതിലെന്നുള്ളതിൽ. എന്നാലും ക്രിസ്മസ് അല്ലേ, കേക്ക് കാണുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹം വരും. ഇനി മൊത്തം ഐസിങ് ആക്കും അല്ലേ? ഓക്കെ, ഐസിങ് കൂടുതൽ ഇഷ്ടമല്ലാത്തവർക്ക് വേണമെങ്കിൽ ഇത് കുറച്ച് കുറയ്ക്കുകയൊക്കെ ചെയ്യും. നല്ല ഷേപ്പായി. നമ്മൾ കണ്ട ആ കേക്കാന്ന് പറയില്ല ഇപ്പം. ഇരുപത്തൊന്ന് വർഷത്തെ കേക്ക് ഉണ്ടാക്കിയിട്ടുള്ള ആളാണ്, അപ്പം അതിൻ്റെ എന്തായാലും കാണാനുണ്ട്. അതിൻ്റെ ഐസിങ് കഴിഞ്ഞു. ഇനി ഷെഫ് അത് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്യാണ്, ചെറിയൊരു ഡിസൈനൊക്കെ പുറത്ത് വരുത്തുന്നുണ്ട്. പാകത്തിന് ക്രീമായി ഇപ്പം ആ ഒരു ക്രീമിൻ്റെ ഒരു ഫില്ലിങ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ആ വൈറ്റ് ഗണേഷ് നമ്മൾ ഇടയ്ക്ക് ചേർത്തില്ലേ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്, അതാണ് വീണ്ടും ചേർക്കുന്നത്. അതിങ്ങനെ കറക്റ്റ് റൗണ്ടായിട്ടാണ് വരുന്നത് അല്ലേ? കണ്ടോ എന്ത് ഭംഗി അതിൻ്റെ ഡിസൈൻ. അതിങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ ഒഴുകി വരുമ്പോൾ ആ ഒരു ഡിസൈൻ പോലെ ഇത് വരുന്നുണ്ട്. പക്ഷേ ഷെഫ് അത് മാറ്റി എല്ലായിടത്തും ആ കളർ വരാൻ വേണ്ടി, കളർ ശരിക്കും വരാൻ വേണ്ടിയിട്ടല്ലേ? സെറ്റാവാൻ. ഓക്കെ, പ്രേക്ഷകർ കണ്ടില്ലേ? ഇതാ നട്ടി ഫാൻറ്റസി കേക്ക് അതിൻ്റെ അവസാന റൗണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് അതിൻ്റെ സ്റ്റാൻഡിലേക്ക് അത് മാറ്റാം. എന്ത് കൂളായിട്ടാണ് ഷെഫ് മാറ്റുന്നത്. ഹാഹാ, ഇനി അത് ഗാർണിഷ് ചെയ്യാനുള്ള അല്ലേ? ഇനി ഗാർണിഷ് ചെയ്യാനാണുള്ളത്. അതിന് നേരത്തെ നമ്മൾ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അത് തന്നെയാണ് ഷെഫ് ഉപയോഗിക്കുന്നത്. നോക്കാം നമുക്ക്. ഇതെന്തായിരുന്നു? പിസ്ത. ഇത് വൈറ്റ് ചിപ്സ്. ഓക്കെ, ബദാം. മിക്സ് ചെയ്തിട്ടാണ് ഗാർണിഷ് ചെയ്യുന്നത് അല്ലേ? നമ്മളിതിൻ്റെ ഉള്ളിൽ ഓരോ ലെയറിലും ഇത് വെച്ചിട്ടുണ്ട്, അത് കൂടാതെ സൈഡിലും അല്ലേ? കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും ഈ കേക്ക്. ഇടയ്ക്ക് ഈ നട്ട്സും ബദാമും ഒക്കെ ഇങ്ങനെ കടിക്കുമ്പോൾ ഷെഫ് അതിൻ്റെ സൈഡിൽ കൂടെ മാത്രമാണ് ഈ ഇത് പിന്നെ ഗാർണിഷ് ചെയ്തിട്ടുള്ളൂ. വേറെ എന്തൊക്കെയോ ഇനി ചെയ്യാനുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ മാത്രം ചെയ്തിരിക്കുന്നത്.
നമ്മുടെ കേക്ക് ഒന്ന് ചെറുതായിട്ട് തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഷെഫ് ഉണ്ടാക്കുന്നുണ്ട്. ഈ ഷുഗർ പേസ്റ്റ് അല്ലേ, ഇതുകൊണ്ടാണ് ആ സാധനങ്ങളൊക്കെ ഷെഫ് ഉണ്ടാക്കുന്നത്. അപ്പൂപ്പനുണ്ട്, പിന്നെ അപ്പൂപ്പൻ്റെ വടിയുണ്ട്, ക്രിസ്മസ് ട്രീ ഉണ്ട്, ഗിഫ്റ്റ് ഉണ്ട്, സ്റ്റാർ ഉണ്ട്, ഇതൊക്കെയാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഓക്കെ, ഇത് ഉണ്ടാക്കാൻ പൊടി എന്താ ഉപയോഗിക്കുന്നത്? കോൺഫ്ലവർ ആണ് ഉപയോഗിക്കുന്നത് അല്ലേ? ഓക്കെ ഓക്കെ. ആദ്യം അത് മിക്സ് ചെയ്ത് അതിനൊരു മയം വരുത്തണം. മിക്സ് ചെയ്ത് നല്ല സോഫ്റ്റ് ആക്കണം. ഓക്കെ ഓക്കെ. സോഫ്റ്റ് ആകുമ്പോഴാണല്ലോ ആ ഷേപ്പ് നമുക്ക് കിട്ടുക അല്ലേ? അപ്പം നമ്മുടെ നട്ടി ഫാൻറ്റസി കേക്ക് റെഡി ആയിരിക്കുകയാണ്. ഇനി അത് ഗാർണിഷ് ചെയ്യാൻ നേരത്തെ ഷെഫ് ഉണ്ടാക്കുന്ന കണ്ടല്ലോ, ഗാർണിഷ് ചെയ്യാനുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. ഇതിൽ നോക്കിക്കേ, അപ്പൂപ്പനുണ്ട്, അപ്പൂപ്പൻ്റെ വടിയുണ്ട്, ഗിഫ്റ്റ് ഉണ്ട്, ക്രിസ്മസ് ട്രീ ഉണ്ട്, സ്റ്റാർ ഉണ്ട്. ഡെക്കറേറ്റ് ചെയ്താലോ? അപ്പൂപ്പൻ നടുക്ക് തന്നെ ഇരിക്കട്ടെ, ക്രിസ്മസ് അല്ലേ അല്ലേ? കണ്ടോ, കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ? പ്രേക്ഷകർക്ക് ഈ കേക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുകയാണ്. ഈ ക്രിസ്മസ് ദിനത്തിൽ നിങ്ങളും ഇതുപോലെ കേക്ക് ഉണ്ടാക്കണം. അടുത്ത ക്രിസ്മസിന് ഈ കേക്ക് ആയിരിക്കണം നിങ്ങളുടെ ഓരോരുത്തരുടെയും വീടുകളിൽ ഉണ്ടാക്കേണ്ടത്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസ് ആശംസകൾ നേരുകയാണ്. ഒപ്പം ഷെഫിന് ഒരുപാട് നന്ദി. വളരെ തിരക്കുള്ള സമയമാണ് ഇപ്പം, ക്രിസ്മസിൻ്റെ ഒരു സമയമാണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് കേക്ക് ഉണ്ടാക്കുന്ന തിരക്കാണ്. അപ്പം അതിൻ്റെ ഒരു തിരക്കിനിടയിലാണ് മലനാട് ചാനൽ പ്രേക്ഷകർക്ക് വേണ്ടി ഇത്ര മനോഹരമായ ഒരു കേക്ക് ഉണ്ടാക്കി തന്നിരിക്കുന്നത്. ഒരുപാട് നന്ദി. ഒപ്പം മലനാട് ചാനലിൻ്റെ ക്രിസ്മസ് ആശംസകൾ.